നീലാകാശത്തിൽ പറക്കുന്ന വിമാനം, സമുദ്രത്തിനടിയിൽ നിശ്ശബ്ദമായി സഞ്ചരിക്കുന്ന ജലാന്തർഗാമി, ഇവയെല്ലാം മനുഷ്യന്റെ അദ്ഭുതകരമായ ബുദ്ധിശക്തിയുടെയും അപരിമിതമായ മേധാവിത്വത്തിന്റെയും ജീവനുള്ള സാക്ഷ്യങ്ങളാണ്. പക്ഷേ സൃഷ്ടിക്ക് പ്രതിസൃഷ്ടി ചെയ്യാൻ കഴിവുള്ള അതേ മനുഷ്യന്റെ മനസ്സിനുള്ളിൽ ഇരുട്ടിന്റെ മൂല ഉണരുമ്പോൾ, അവന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരത ഉണരുമ്പോൾ, ആ പരിണാമങ്ങൾ ഊഹിക്കാൻ പോലും കഴിയില്ല. ചരിത്രത്തിന്റെ പേജുകൾ തിരിച്ചുനോക്കിയാൽ യുദ്ധങ്ങളെക്കാൾ ഭയാനകമായത് മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിച്ച പൈശാചികതയാണെന്ന് മനസ്സിലാകും. കാരണം ഒരാളുടെ പ്രാണൻ എടുക്കുന്നത് മാത്രമല്ല, പ്രാണൻ പോകുന്ന ഓരോ നിമിഷത്തെയും നരകയാതനയാക്കി മാറ്റാനുള്ള രാക്ഷസികതയ്ക്ക് നമ്മുടെ ചരിത്രത്തിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണ മരണശിക്ഷകളെക്കുറിച്ചല്ല, മരണത്തെ തന്നെ ഒരു കലയാക്കി, ഒരു വിനോദമാക്കി മാറ്റിയ ഭയാനകമായ ചരിത്രത്തെക്കുറിച്ചാണ്. ജീവിച്ചിരിക്കുമ്പോഴേ നരകം കണ്ണുകൊണ്ട് കാണിച്ച പൈശാചിക യന്ത്രങ്ങളെക്കുറിച്ചാണ്. അധികാരം നിലനിർത്താനായി മരണശിക്ഷയെ ബഹിരംഗ വിനോദമാക്കി ഭയാനകമായ പ്രദർശനമാക്കിയ ഇരുണ്ട ദിനങ്ങൾ യൂറോപ്പിലെ മധ്യയുഗത്തിലേതാണ്. അതിൽ ഏറ്റവും കഠിനമായ ശിക്ഷയാണ് ബ്രേക്കിംഗ് വീൽ. 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തവർക്ക് ഇതുപയോഗിച്ചിരുന്നു. ജല്ലാദിന്റെ കയ്യിൽ ഭാരമുള്ള ഇരുമ്പ് സുറ്റിയോ ദണ്ഡോ ഉണ്ടാകും. പക്ഷേ ഇവിടെ ലക്ഷ്യം ഉടനെ കൊല്ലലല്ല, പതുക്കെ കാലുകളിൽ നിന്ന് തുടങ്ങി ഓരോ അസ്ഥിയും തുണ്ടുതുണ്ടായി പൊട്ടിച്ചെടുക്കുക. മനുഷ്യന് പ്രാണൻ പോകുന്നില്ല, പക്ഷെ ശരീരമാകെ നുറുങ്ങി നുറുങ്ങി വേദന ഏറ്റവും ഉയർന്ന നിലയിലെത്തും. വിചിത്രമെന്നത്, ആ നരകം കണ്ടുകൊണ്ട് ചുറ്റുമുള്ള ജനങ്ങൾ ഭയപ്പെടുന്നതിനു പകരം കൈയടിച്ച് വിനോദമായി കണ്ടിരുന്നു. എല്ലാ അസ്ഥികളും ജഗ്ഗുജഗ്ഗായ ആ കുറ്റവാളിയെ അവസാനം ആ ചക്രത്തിലെ കെട്ടി ഊരിന്റെ നടുക്ക് ഉയരമുള്ള സ്തംഭത്തിന്റെ മുകളിൽ തൂക്കിയിട്ടു. പക്ഷികളും കഴുകന്മാരും ശരീരത്തെ കൊത്തിപ്പറിക്കുമ്പോൾ, വെയിലിനും മഴയ്ക്കും വിധേയനായി, പട്ടിണിയും ദാഹവുമായി ആ മനുഷ്യൻ 2-3 ദിവസം ഗാലോസിൽ അങ്ങനെ തൂങ്ങിക്കിടന്ന് പ്രാണവായുവിട്ടു. രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന ഭയം ജനമനസ്സുകളിൽ നാട്ടുക എന്നതായിരുന്നു ഈ ശിക്ഷയുടെ യഥാർത്ഥ ലക്ഷ്യം. പശ്ചിമലോകത്ത് ഈ ബഹിരംഗ ക്രൂരത ഇങ്ങനെയാണെങ്കിൽ, കിഴക്കൻ രാജ്യമായ ചൈനയിൽ അത് മറ്റൊരു ഭയാനക രൂപം സ്വീകരിച്ചു. 17-ാം നൂറ്റാണ്ടിലെ ചക്രങ്ങൾക്ക് മുമ്പേ ചൈനയിൽ 10-ാം നൂറ്റാണ്ടു മുതൽ തന്നെ ഒരു അമാനുഷ്യ ശിക്ഷയാരംഭിച്ചിരുന്നു. അതാണ് ലിങ്ചി. ഇംഗ്ലീഷിൽ ഇതിനെ ഡെത്ത് ബൈ എ 1000 കട്ട്സ് എന്ന് വിളിക്കുന്നു. ദേശദ്രോഹം, രാജാവിനോടുള്ള വഞ്ചന, കുടുംബഹത്യ തുടങ്ങിയവ ചെയ്തവർക്ക് ഈ ശിക്ഷ ലഭിച്ചു. ഇതൊരു ശിക്ഷ മാത്രമല്ല, മരണത്തെ എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാമെന്ന് കാണിക്കുന്ന ഒരു സാഡിസ്റ്റിക് കലയായിരുന്നു. സ്തംഭത്തോട് കെട്ടിയ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജല്ലാദ് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ചെറിയ ചെറിയ കഷണങ്ങളായി മാംസം മുറിച്ചെടുക്കും. ഒറ്റയടിക്ക് രക്തം വാർന്ന് കുറ്റവാളി മരിക്കാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തി. നെഞ്ച്, കൈകൾ, തുടകൾ എന്നിവയിൽ നിന്ന് തുടങ്ങി മണിക്കൂറുകളോളം, ചിലപ്പോൾ 2-3 ദിവസങ്ങളോളം ഈ മുറിവുകൾ തുടരും. വേദനയിൽ സംജ്ഞ നഷ്ടപ്പെടാതിരിക്കാൻ മയക്കുമരുന്നോ, ദ്രാവകങ്ങളോ നൽകി വീണ്ടും പീഡിപ്പിക്കും. ചുറ്റുമുള്ള ജനങ്ങൾ നോക്കി നിൽക്കെ നടക്കുന്ന ഈ നരകം 1905-ൽ ചൈന സർക്കാർ ഔദ്യോഗികമായി നിരോധിക്കുന്നതുവരെ ആയിരക്കണക്കിന് ജീവനുകൾ ബലിയെടുത്തു. മനുഷ്യൻ തന്റെ വികൃതിക്കായി ആയുധങ്ങൾ മാത്രമല്ല, മൃഗങ്ങളുടെ വിശപ്പിനെയും ആയുധമാക്കി. യൂറോപ്പിലും മധ്യപ്രാച്യ രാജ്യങ്ങളിലും ചാരന്മാരിൽ നിന്ന് സത്യം പറയിച്ചെടുക്കാൻ ഉപയോഗിച്ച ഭയാനകമായ രീതിയാണ് റാറ്റ് ടോർച്ചർ അഥവാ എലികളുടെ ശിക്ഷ. ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ രക്തം തിളയ്ക്കും. പ്രാണഭീതിയിലുള്ള എലി പുറത്തുകടക്കാൻ ഏത് കട്ടിയുള്ള മതിലോ മരക്കട്ടയോ ആണെങ്കിലും കടിച്ചു പൊളിക്കും. ഈ സ്വാഭാവിക പ്രവണതയെ തന്നെ രാജാക്കന്മാർ ശിക്ഷയാക്കി മാറ്റി. കിട്ടിയ മനുഷ്യന്റെ വയറിനു മുകളിൽ വിശപ്പുള്ള വലിയ എലികൾ നിറഞ്ഞ ഇരുമ്പ് പെട്ടിയിട്ട് തല കീഴായി വയ്ക്കും. അതിനു മുകളിൽ ചുവന്നു തിളങ്ങുന്ന കനലുകൾ വയ്ക്കും. ആ ചൂട് താങ്ങാനാവാതെ ജീവഭയത്തോടെ പുളയുന്ന എലികൾ രക്ഷപ്പെടാൻ വഴിയില്ലാതെ താഴെയുള്ള മനുഷ്യന്റെ തൊലി പറിച്ച് രക്തവും കുടലും ഉള്ളിലേക്ക് കയറിപ്പോകും. ഈ ശിക്ഷകൾ ചിലർക്ക് മാത്രം പരിമിതമാണെന്ന് കരുതുന്നത് തെറ്റാണ്. വനങ്ങളെ തന്നെ ശവക്കൂമ്പാരങ്ങളാക്കി സ്വന്തം പേര് മരണത്തിന്റെ പര്യായമാക്കിയ ഒരു ക്രൂരകാരിയുണ്ട്. മധ്യയുഗ ചരിത്രത്തിൽ കേൾക്കുന്ന ഭയാനകമായ ആ പേര് വ്ലാഡ് ഡ്രാക്കുള. നമ്മൾ കഥകളിൽ കാണുന്ന ഡ്രാക്കുളയ്ക്ക് പ്രചോദനം ഇയാളാണ്. ഒട്ടോമൻ സാമ്രാജ്യകാലത്ത് ഈ യുവരാജാവ് തിരഞ്ഞെടുത്ത ശിക്ഷയാണ്
ഇംപെയിൽമെന്റ് അഥവാ കമ്പത്തിൽ കുത്തിനിർത്തൽ. നീളമുള്ള മൂർച്ചയുള്ള ഇരുമ്പോ മരമോ ആയ കമ്പം കുറ്റവാളിയുടെ ശരീരത്തിന്റെ താഴെ ഭാഗത്തുനിന്ന് കയറ്റി ഭുജമോ വായോ വഴി പുറത്തുവരുന്ന വിധം തള്ളും. ഹൃദയത്തിനോ പ്രധാന അവയവങ്ങൾക്കോ പരിക്ക് പറ്റാത്ത വിധം അതീവ ശ്രദ്ധയോടെ ചെയ്യും. പിന്നീട് ആ കമ്പം നിലത്തുറപ്പിച്ചു നിർത്തും. ആകാശത്ത് തൂങ്ങിക്കിടന്ന് ആ വ്യക്തി ദിവസങ്ങളോളം നരകമനുഭവിക്കും. വ്ളാഡ് തന്റെ ശത്രുസൈനികരെ ആയിരക്കണക്കിനെണ്ണത്തിൽ ഇങ്ങനെ കമ്പങ്ങളിൽ കുത്തി ശവവനം സൃഷ്ടിച്ചു. ആ ദൃശ്യം കണ്ട് ശത്രുക്കൾ യുദ്ധം ചെയ്യാതെ തന്നെ പിന്തിരിഞ്ഞുപോയി. ചക്രങ്ങൾ, വാളുകൾ, കമ്പങ്ങൾ ഇവയെല്ലാം ഒരു തലമായിരുന്നെങ്കിൽ, ഒരു കലാകാരന്റെ ചിന്തയിൽ നിന്ന് ജനിച്ച ഒരു മൃത്യുയന്ത്രം ക്രൂരതയുടെ പരമകാഷ്ഠയാണ്. സമയം ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന ഗ്രീക്ക് ലോകത്തിലെ സിസിലി പ്രദേശത്തെ ഫലാരിസ് എന്ന ഏകാധിപതി ഭരിച്ചിരുന്നു. മരണശിക്ഷ കണ്ട് ജനങ്ങൾ ഭയന്നു വിറയ്ക്കണമെന്നാഗ്രഹിച്ച ക്രൂരനായിരുന്നു അവൻ. അവന്റെ പ്രീതി നേടി വലിയ സമ്പത്തും ബഹുമാനവും നേടണമെന്ന ആഗ്രഹത്തോടെ പെരിലസ് എന്ന ശില്പി ഒരു വലിയ വെങ്കലക്കാളിന്റെ രൂപം നിർമ്മിച്ചു. പുറത്ത് അതൊരതിശയകരമായ കലാസൃഷ്ടിയായിരുന്നു. പക്ഷേ ഉള്ളിൽ മനുഷ്യനെ ബന്ധനസ്ഥനാക്കുന്ന മൃത്യുഗുഹ. കുറ്റവാളിയെ ആ വലിയ വെങ്കലക്കാളിന്റെ വയറിലുള്ള ചെറിയ വാതിൽ വഴി ബലമായി തള്ളിക്കയറ്റും. പുറത്തുനിന്ന് വാതിലടച്ചു ബന്ധിച്ച ഉടനെ താഴെ വലിയ തീയണയ്ക്കും. പതുക്കെ ചൂടേറിയ ആ വെങ്കല വിഗ്രഹം നിമിഷം നിമിഷം കൂടുതൽ ചുവന്നു കത്തി ഒരു ജീവനുള്ള നരകമായി മാറും. ഉള്ളിൽ കുടുങ്ങിയ മനുഷ്യന് ശ്വാസം പോലും ശരിയായി കിട്ടില്ല. കത്തുന്ന ലോഹത്തിന്റെ ചൂട് ശരീരത്തെ ദഹിപ്പിക്കുമ്പോൾ പുറത്തിറങ്ങാൻ വഴിയില്ലാതെ ആ മനുഷ്യൻ ഭയവും വേദനയും കൊണ്ട് വിളിക്കുന്ന ആർത്തനാദങ്ങൾ കൂടുതൽ ഭയാനകമായി മാറും. പക്ഷേ ആ നിലവിളികൾ പുറത്തുള്ളവർക്ക് സാധാരണമായി കേൾക്കില്ല. കാരണം ആ നിലവിളികൾ കാളയുടെ വായിൽ ഘടിപ്പിച്ച പ്രത്യേക പൈപ്പുകളിലൂടെ പുറത്തുവരുമ്പോൾ കോപത്തോടെ രൗദ്രധ്വനി വിളിക്കുന്ന യഥാർത്ഥ കാളയുടെ ശബ്ദമായി മാറുന്ന വിധം പെരിലസ് ഒരു ഭയാനകമായ ക്രമീകരണം ചെയ്തിരുന്നു. അതായത്, ഒരു മനുഷ്യൻ സജീവ ദഹനത്തോടെ വിളിക്കുന്ന അവസാന നിലവിളികളെപ്പോലും വിനോദമാക്കി മാറ്റി. ക്രൂരതയെ കലയാക്കി മാറ്റിയ പോലെ ആ മൃത്യുയന്ത്രത്തെ രൂപപ്പെടുത്തി. താൻ സൃഷ്ടിച്ച ഈ ഭയാനക യന്ത്രം കണ്ട് രാജാവ് അത്ഭുതപ്പെടുമെന്ന്, തനിക്ക് സമ്മാനങ്ങളും ബഹുമതികളും ലഭിക്കുമെന്ന് പെരിലസ് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ക്രൂരതയ്ക്ക് അതിരുകളില്ല. ആ ഏകാധിപതി തണുത്ത നോട്ടത്തോടെ ചിരിച്ചുകൊണ്ട്, ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ആദ്യം നീ തന്നെ ഉള്ളിലേക്ക് പോയി കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. രാജാവിന്റെ വാക്കിനെതിരെ സംസാരിക്കാൻ പെരിലസിന് ധൈര്യമുണ്ടായിരുന്നില്ല. ഭയന്ന് വിറച്ചുകൊണ്ട് ആ വെങ്കലക്കാളിന്റെ ഉള്ളിലേക്ക് കയറിയ അവനെ പുറത്തുനിന്ന് ബന്ധിച്ച് വാതിലടച്ചു. കുറച്ചു നേരത്തിനകം താഴെ തീ ജ്വലിപ്പിച്ചു. പതുക്കെ തുടങ്ങിയ ചൂട് നിമിഷങ്ങൾക്കുള്ളിൽ അസഹ്യമായ നരകമായി മാറി. ഉള്ളിൽ നിന്ന് പെരിലസ് ഭയാനകമായി നിലവിളിച്ചു. പക്ഷേ പുറത്തുനിന്നവർക്ക് അത് മനുഷ്യന്റെ നിലവിളിയായി തോന്നിയില്ല. കാളയുടെ രൗദ്രധ്വനിയായി മാത്രമേ കേൾക്കപ്പെട്ടുള്ളൂ. താൻ കണ്ടുപിടിച്ച അതേ മൃത്യുയന്ത്രത്തിനുള്ളിൽ താൻ തന്നെ കുടുങ്ങി. അവസാനം പെരിലസ് സ്വയം നരകമനുഭവിച്ചു. ചരിത്രകാരന്മാർ പറയുന്ന വിവരങ്ങൾ പ്രകാരം പൂർണ്ണമായി കത്തിക്കരിഞ്ഞു പോകുന്നതിനു മുമ്പ് അവനെ പുറത്തിട്ടു. പിന്നീട് ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിക്കൊന്നു. അതായത്, മറ്റുള്ളവർക്കു വേണ്ടി നിർമ്മിച്ച മരണയന്ത്രം അവസാനം തന്നെ ശാപമായി മാറി. മറ്റുള്ളവർക്കു വേണ്ടി കുഴിവെട്ടിയാൽ അതിൽ വീഴുന്നത് നമ്മൾ തന്നെ എന്ന സൂക്തത്തിന്റെ ജീവനുള്ള ഉദാഹരണമായി പെരിലസ് ചരിത്രത്തിൽ അവശേഷിച്ചു. സുഹൃത്തുക്കളെ, നിയമങ്ങളെ ബഹുമാനിക്കാനും അധികാരം ഉറപ്പിച്ചു പിടിക്കാനും പുരാതനകാലം മുതൽ രാജ്യങ്ങൾ ഉപയോഗിച്ച അമാനുഷ ശിക്ഷകളാണ് ഇവ. ഒരു കാലത്ത് ബഹിരംഗ പ്രദർശനങ്ങളായി മാറി ജനങ്ങൾ കൈയടിച്ചു കണ്ട ഈ ക്രൂര ശിക്ഷകൾ ഇന്ന് മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഈ ചരിത്രം കേൾക്കാൻ ഭയാനകമായി തോന്നിയാലും മനുഷ്യ പരിണാമത്തിലെ ഇരുണ്ട മൂലകളെ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കുന്ന മാനവാവകാശങ്ങൾ, നാഗരിക സമൂഹം, നീതി എന്നീ വാക്കുകൾ എത്ര വിലപ്പെട്ടവയാണെന്ന്, അവയിലേക്കെത്താൻ ചരിത്രത്തിൽ മനുഷ്യൻ എത്ര ഭയാനകമായ പാതകൾ താണ്ടി വന്നുവെന്ന് ഈ കഥകൾ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും.